വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈല്യൂട്ടഡ് ഇ പി എസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഡൈല്യൂട്ടഡ് ഇ പി എസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ് ഡൈല്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇ പി എസ് റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡൈല്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഇക്കൊല്ലം ചിലപ്പോൾ നമുക്ക് 100 ഇക്വിറ്റി ഷെയർസ് ആണ് ഉണ്ടാവുന്നത്. പക്ഷെ വി ഹാവ് സം കൺവേർട്ടബിൾ സെക്യൂരിറ്റി, അതായത് അവരുടെ ഓപ്ഷനിൽ ഇക്വിറ്റി ഷെയർസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റുന്ന കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സോ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ഒക്കെ ഉണ്ടാവും. ദേ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. അപ്പൊ അങ്ങനെയുള്ള സെക്യൂരിറ്റീസ് നമുക്കറിയാം കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, നമ്മുടെ ഷെയറിന്റെ എണ്ണം കൂടും. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്താണ് 100 ഇക്വിറ്റി ഷെയർസ് ആണ് ഉള്ളത് എന്ന് വിചാരിക്കുക. ഒരു 100 ഡിബഞ്ചേഴ്സ് ഉണ്ട്, കൺവേർട്ടബിിൾ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോണ്ട് ഉണ്ട് എന്ന് വിചാരിക്കുക. അതായത് ദേ ക്യാൻ കൺവേർട്ട് ഇൻ ടു ഇക്വിറ്റി അറ്റ് ദയർ ഓപ്ഷൻ. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഒരു ഏർണിംഗ് എന്താണ്, ഒരു 2000 രൂപ ഉണ്ട് എന്ന് വിചാരിക്കാം. കൺവേർട്ട് ചെയ്യാത്തടത്തോളം കാലം നമ്മുടെ ഇ പി എസ് എന്താ 2000 ഡിവൈഡഡ് ബൈ 100 ആണ് അല്ലെ. അപ്പൊ എന്താണ് 2000 ഡിവൈഡ് ബൈ 100 ചെയ്താൽ വി വിൽ ഗെറ്റ് 20. പക്ഷെ നെക്സ്റ്റ് ഇയറിൽ അവർ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോ എന്താണ് 100 ബോണ്ടാണ് ഉണ്ടായിരുന്നത്, അവർക്ക് എന്ത് ചെയ്യാം, പകുതി ഇക്വിറ്റി ഷെയർസ് ആണ് കിട്ടാന്ന് വിചാരിക്കുക. അപ്പൊ 100 ബോണ്ട് ഉണ്ടെങ്കിൽ ദേ വിൽ ഗെറ്റ് 50 ഇക്വിറ്റി ഷെയർസ്. അപ്പൊ നമുക്ക് അവർ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വിറ്റി ഷെയറിന്റെ എണ്ണം എന്താവും, 50 എണ്ണം കൂടിയും കൂടും. ഓൾറെഡി 100 ഉണ്ടായിരുന്നു, നമ്മുടെ ഇക്വിറ്റി ഷെയർസിന്റെ എണ്ണം വീണ്ടും ഒരു 50 എണ്ണം കൂടി കൺവേർട്ട് ചെയ്യും. അപ്പൊ 150 ആയി. നമ്മുടെ ഇ പി എസ് സെയും 2000 തന്നെയാന്ന് വിചാരിക്കും. അപ്പൊ എന്താണ് 2000 ഡിവൈഡഡ് ബൈ 150 ചെയ്യേണ്ടി വരും. അപ്പൊ അതെന്തായാലും ഇറ്റ് വിൽ ബി ലെസ് ദാൻ 20, ഒരു 15 പോയിന്റ് ഒക്കെ വരുള്ളൂ. അപ്പൊ അങ്ങനെ കൺവേർട്ടബിൾ സെക്യൂരിറ്റി ഇക്വിറ്റി ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇ പി എസ് കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ശരിക്കും അത് ഇ പി എസ് കുറയുന്നതിനെ മാത്രമല്ല നമ്മൾ പറയുക, ദ ഫ്യൂച്ചർ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർ വിൽ കോസ് ഡൈല്യൂഷൻ ഓർ വാട്ടറിംഗ് ഡൗൺ ഓഫ് ഇക്വിറ്റി, അല്ലെങ്കിൽ ഡൈല്യൂഷൻ ഓഫ് ഇ പി എസ്. ഈ ഏർണിംഗ് പെർ ഷെയർ എന്ത് ചെയ്യും, അവിടെ കുറയ്ക്കും. സോ ഡൈല്യൂട്ടീവ് പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് നമ്മുടെ ഇക്വിറ്റി ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ it will cause increase the number of ordinary shares. It ultimately result in decreasing earning per share. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈല്യൂട്ടഡ് ഇ പി എസ് അല്ലെങ്കിൽ വാട്ടറിംഗ് ഡൗൺ ഓർ ഡൈലൂഷൻ ഓഫ് ഇക്വിറ്റി എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ബേസിക് ഇ പി എസ് നോർമൽ പോലെ കണ്ടുപിടിക്കുക. ബേസിക് ഇ പി എസ് എങ്ങനെ കണ്ടുപിടിക്കുക, ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് ആട്രിബ്യൂട്ടബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ്. അത് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഇങ്ങനെ ഡൈല്യൂട്ടഡ് പൊട്ടൻഷ്യൽ ഉള്ള കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കൂടി കണ്ടുപിടിക്കണം, ഡൈല്യൂട്ടഡ് ഇ പി എസും കൂടി കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ടാക്സ് ആയിരിക്കും. ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പോ 2000 എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ്, ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞതാണ്. പക്ഷെ നമ്മൾ ഡൈലൂട്ടഡ് ഇ പി എസ് കണക്കാക്കുമ്പോ എന്താ ചെയ്യുന്നത്, ഈ ഡിബഞ്ചറിന് ഇക്വിറ്റി ആക്കി. അപ്പൊ പിന്നെ അതിന് ഇൻട്രസ്റ്റ് കിട്ടുമോ, ഇല്ല. അപ്പൊ നമ്മൾ ആ കുറച്ച ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. എന്തെങ്കിലും ഡിവിഡൻഡോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ നമ്മൾ ഡൈല്യൂട്ടഡ് പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസിന് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആഫ്റ്റർ ടാക്സ് ഇൻട്രസ്റ്റ്, ടാക്സ് കഴിച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് നമ്മുടെ ആഫ്റ്റർ ടാക്സ് ഏണിന്റെ കൂടെ ആഡ് ബാക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഡൈല്യൂട്ടഡ് ഇ പി എസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഏർണിംഗ് കണ്ടുപിടിക്കാം. എന്നിട്ട് വേണം അതേ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്യാൻ. പേടിക്കണ്ട, നമുക്കതൊരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 6. എക്സ് ലിമിറ്റഡ് ഹാസ് 100 million 10 shares in issue. അതായത് 100 million ഷെയർസ് ഉണ്ട്, 10 രൂപയാണ് വില. ഇറ്റ് ഓൾസോ ഹാസ് 2 million 100 കൺവേർട്ടബിൾ ബോണ്ട്. അതായത് ഭാവിയിൽ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ബോണ്ട് ഉണ്ട്. എത്രയുണ്ട്, 2 million ഉണ്ട്. ദ ബോണ്ട് ഹാവ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 8%. ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 8%. 8% ഇൻട്രസ്റ്റ് ബോണ്ട് ആയിരിക്കുന്നിടത്തോളം കാലം ബോണ്ട് ഹോൾഡേഴ്സിന് കിട്ടും. പക്ഷെ അത് ഇക്വിറ്റി ആയി കൺവേർട്ട് ചെയ്താൽ കിട്ടുമോ, ഇല്ല. ദ ടാക്സ് റേറ്റ് ഈസ് 25%. അതായത് ബോണ്ട് ആ ടാക്സ് എന്ന് പറയുന്നത് 25%.
ഈച്ച് ബോണ്ട് വിൽ ബി കൺവേർട്ടബിൾ ഇൻ ടു 10 ഷെയർസ്. അതായത് ഓരോ ബോണ്ടും 10 ഷെയർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു ബോണ്ട് ഉള്ള ആർക്ക് 10 ഷെയർ കിട്ടും. അപ്പൊ എന്താണ് 2 മില്യൺ ബോണ്ട് ഉണ്ടെങ്കിൽ എത്ര ഷെയർ കിട്ടും? 2 × 10 20 മില്യൺ ഷെയർ കിട്ടും. ഏർണിംഗ് ഫോർ ദ പീരീഡ് വേർ 600 മില്യൺ. 600 മില്യൺ ആണ് ഏർണിംഗ്. കാൽക്കുലേറ്റ് ബേസിക് EPS ആൻഡ് ഡൈല്യൂട്ടഡ് EPS. ഈ ഏർണിംഗ് എന്ന് പറയുന്നത് ആഫ്റ്റർ ടാക്സ് ആണെന്ന് കൺസിഡർ ചെയ്യുക. ആഫ്റ്റർ ടാക്സ് ഏർണിംഗ് ആട്രിബ്യൂട്ടബിൾ ടു ഷെയർ ഹോൾഡേഴ്സ്. അപ്പൊ ആദ്യത്തെ കേസിന് നമുക്ക് വലിയ ബേസിക് EPS എന്ന് പറഞ്ഞാൽ എന്താണ്? ഏർണിംഗ് ആട്രിബ്യൂട്ടബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. മില്യൺ നമ്മൾ കോമൺ ആയിട്ട് എടുത്താൽ മതി. അപ്പൊ 600 മാത്രം എടുത്തിട്ട് ചെയ്താലും മതി. അപ്പൊ മില്യൺ, അപ്പൊ നമ്മൾ മില്യൺ ഒഴിവാക്കുക കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ. ബേസിക് EPS ഏർണിംഗ് ആട്രിബ്യൂട്ടബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് എത്രയാണ്? 600 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? 100 മില്യൺ. ഇവിടെ മില്യൺ, അപ്പൊ 600 ഡിവൈഡഡ് ബൈ 100. അപ്പൊ ഒരു ഷെയറിന് എത്ര കിട്ടും? 6 പെർ ഷെയർ. അതായത് 6 മില്യൺ ആണ് ഒരു ഷെയറിന് അവിടെ കിട്ടുക. അപ്പൊ ബേസിക് EPS എന്ന് പറയുമ്പോൾ ഏർണിംഗ് ആട്രിബ്യൂട്ടബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ. ഇവിടെ എത്ര ഏർണിംഗ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർസ്? 600 ആണ്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? 100. അപ്പൊ ഒരു ഷെയറിന് എത്ര രൂപ ഏർണിംഗ് കിട്ടി? 600 ഡിവൈഡ് ബൈ 100, 6 പെർ ഷെയർ. ഇത് നിങ്ങൾക്ക് എളുപ്പമാണ് അറിയാം. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് ഡൈല്യൂട്ടഡ് EPS ആണ്. ഡൈല്യൂട്ടഡ് EPS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു സാധാരണ ഏർണിംഗിന്റെ മുകളിലല്ല നമ്മള് ഡൈല്യൂട്ടഡ് EPS കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡൈല്യൂട്ടഡ് EPS കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏർണിംഗ് കാൽക്കുലേറ്റ് ചെയ്യണം. ഏർണിംഗ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? തന്നിരിക്കുന്ന ഏർണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ആഫ്റ്റർ ടാക്സ് ഏർണിംഗ് ആണ്. അതായത് ബോണ്ടിന്റെ ഇൻട്രസ്റ്റും കൂടി കൊടുത്തതിന് ശേഷമുള്ള ഏർണിംഗ് ആണ്. പക്ഷെ ഡൈല്യൂട്ടഡ് ഏർണിംഗ് നമ്മൾ എപ്പോഴാണ് കണക്കാക്കുക? ഈ ബോണ്ടിനെ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ. ബോണ്ടിനെ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പിന്നെ ബോണ്ടിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഇൻട്രസ്റ്റ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. മൊത്തം ഇൻട്രസ്റ്റ് നമുക്ക് ആഡ് ബാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ കൊടുക്കേണ്ട ടാക്സ് എന്തായാലും കൊടുക്കണം. അപ്പൊ ഇൻട്രസ്റ്റിന്റെ ടാക്സ് കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് ആഡ് ബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എത്രയാണ്? എത്ര പെർസെന്റേജ് ഇൻട്രസ്റ്റ്? 8% ആണ് ഇൻട്രസ്റ്റ്. 25% ടാക്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ബോണ്ടിന്റെ വാല്യൂ എത്രയാണ്? ഒരു ബോണ്ടിന്റെ വാല്യൂ എത്രയാണ്? 100 ആണ്. അപ്പൊ 100 ഇൻറ്റു 8/100 എന്ന് പറയുമ്പോ എത്ര കിട്ടും? 100 ഇൻറ്റു 8/100 അപ്പൊ എത്രയാണ്? 8 രൂപയാണ് ഒരു ഷെയറിന്റെ മുകളിൽ കിട്ടുന്ന, ഒരു ഷെയറിന്റെ മുകളിൽ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ്. അങ്ങനെ എത്ര ഷെയർ ഉണ്ട്? 2 മില്യൺ ഉണ്ട്. അപ്പൊ 16 മില്യൺ ആണ്. 8 മില്യൺ 16 മില്യൺ ആണ് അല്ലെ. 2 മില്യൺ ബോണ്ട് ആണ് നമുക്കുള്ളത്. 100 രൂപയാണ് ഒരെണ്ണത്തിന്റെ വില. അപ്പൊ വാല്യൂ ഓഫ് ബോണ്ട് എത്രയാണ്? 2 × 100. അതായത് എത്രയാണ്? 200 മില്യൺ. ഈ 200 മില്യന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 8% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. 200 × 8/100 എത്രയാണ്? 16 മില്യൺ ആണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. പക്ഷെ അത് എന്താണ്? ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യുമ്പോൾ ഈ 16 നമ്മൾക്ക് ആഡ് ബാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മൾ ടാക്സ് എന്തായാലും കൊടുത്തിട്ടിരിക്കണം അല്ലെ. അപ്പൊ നമ്മൾ ടാക്സ് കൊടുത്തിട്ടിരിക്കണം. അപ്പൊ ടാക്സ് ഇവിടെ എത്രയാണ്? 25% ആണ്. അപ്പൊ 75% നമുക്ക് കിട്ടുള്ളൂ അല്ലെ. 16ന്റെ 25% ടാക്സ് ആയിട്ട് പോവും. 75% നമുക്ക് ആഡ് ബാക്ക് ചെയ്യാൻ പറ്റും. 16 × 75/100 ചെയ്യും. അപ്പൊ എന്താണ്? 12 രൂപയാണ് നമുക്ക് ആഡ് ബാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ 600 എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് കൂടി കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ്. ഇൻട്രസ്റ്റ് കുറച്ചു, എന്നിട്ട് ഇപ്പൊ ഇൻട്രസ്റ്റ് 16 രൂപയായിരുന്നെങ്കിൽ എന്താണ്? 600 മൈനസ് 600, ഇപ്പൊ നമുക്ക് 616 രൂപ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. അപ്പൊ എന്താണ്? 616 മൈനസ് 16 ആ ഇൻട്രസ്റ്റ് കുറച്ചു, എന്നിട്ടാണ് ഈ 600 എന്ന് പറയുന്നത്. ആഫ്റ്റർ ടാക്സ് ആണെന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടെ നമ്മള് ബോണ്ടിനെ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ പാടില്ല, പറ്റില്ലല്ലോ. കാരണം ഇക്വിറ്റി ഷെയറിന് എന്തില്ല? ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾ ബോണ്ടിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് ഡസ് നോട്ട് ഹാവ് എനി പ്രിഫറൻഷ്യൽ റൈറ്റ്. അപ്പൊ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതായത് എന്താണ്? നമ്മൾക്ക് ആ
ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇൻട്രസ്റ്റ് കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് ടാക്സ് കൊടുക്കണ്ടെന്ന് മീനിങ് ഇല്ല. മനസ്സിലായില്ലേ? നമ്മള് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടാക്സ് ഡിഡക്റ്റബിൾ ആയിട്ടാണ്, അതുകൊണ്ടാണ് അവിടെ പ്രശ്നം ഇല്ലാതിരുന്നത്. ഇവിടെ പക്ഷെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യണത് നമ്മുടെ പ്രോഫിറ്റ്, അല്ലെ? ഇൻട്രസ്റ്റ് കൊടുക്കാതിരിക്കുമ്പോ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യണത്. അപ്പൊ ആ ഇൻക്രീസിന് നമ്മൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. അപ്പൊ ആ ടാക്സ് ഒഴിവാക്കിയിട്ടുള്ള ബാക്കി എമൗണ്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആഡ് ബാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കണു. ഡൈല്യൂട്ടഡ് ഏർണിംഗ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റിന്റെ കൂടെ അല്ലെങ്കിൽ ആഫ്റ്റർ ടാക്സ് ഏർണിംഗിന്റെ കൂടെ ആഫ്റ്റർ ടാക്സ് ഇൻട്രസ്റ്റ് പേയബിൾ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ബാക്ക് ചെയ്യുക. ടാക്സ് കഴിച്ചിട്ടുള്ള എമൗണ്ട് ആഡ് ബാക്ക് ചെയ്യാൻ. ഈ കേസിലാണെങ്കിൽ 2 മില്യൺ ബോണ്ടാണ് ഉണ്ടായിരുന്നത്, ഒരെണ്ണത്തിന് 100 രൂപ. അങ്ങനെ 200 മില്യൺ ആണ് ബോണ്ടിന്റെ വില. 200 മില്യൺ ഇൻറ്റു 8/100 ചെയ്ത് എന്ത് കിട്ടും? 16 മില്യൺ ആണ് നമുക്ക് കിട്ടുക. പക്ഷെ 16 മില്യൺ നമുക്ക് ആഡ് ബാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ആ 16 മില്യണിന് നമ്മൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. അപ്പൊ എന്താണ് ടാക്സ്? എത്രയാണ്? 25%. അപ്പൊ 16 മില്യണിന്റെ 25% എന്ന് പറഞ്ഞാൽ എത്ര വരിക? 4 രൂപയാണ് വരിക. അപ്പൊ 4 രൂപ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര രൂപയുണ്ട്? 12 രൂപയുണ്ട്. അതല്ലെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്. എന്താണ്? I into 1 minus t. ഇൻട്രസ്റ്റ് എത്രയാന്ന് കണ്ടുപിടിക്കുക. അതേ ഇൻറ്റു 1 minus t ചെയ്ത് കഴിഞ്ഞാൽ we will get the after tax interest. ഇവിടെ I എത്രയാണ്? 16 ഇൻറ്റു 1 minus t എത്രയാണ്? 25%. അത് 0.25. അപ്പൊ 16 ഇൻറ്റു 1 minus 0.25 ചെയ്താൽ മതി. അപ്പൊ 12 മില്യൺ കിട്ടും. ക്ലിയർ ആയി? അപ്പൊ വേറെ ഒന്നും ചിന്തിക്കേണ്ട, കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മള് പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ ഏർണിംഗ് എഴുതുക 600 മില്യൺ 600 മില്യൺ. അതിന്റെ കൂടെ എന്ത് ചെയ്യുക? ആഫ്റ്റർ ടാക്സ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക. ആഫ്റ്റർ ടാക്സ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? ഇൻട്രസ്റ്റ് ഇൻറ്റു 1 minus t. ഇൻട്രസ്റ്റ് ആ പെർസെന്റേജ് വെച്ച് കണ്ടുപിടിക്കുക. അതേ ഇൻറ്റു 1 minus t. ഇവിടെ ആണെങ്കിൽ 2 മില്യൺ ഇൻറ്റു 100 ചെയ്ത് 200 മില്യൺ ഇൻറ്റു 8/100. അപ്പൊ 16 കിട്ടും. 16 ഇൻറ്റു 1 minus 0.25 എത്രയാണ്? 12 മില്യൺ. അപ്പൊ ഇത് ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ 600 പ്ലസ് 12 അപ്പൊ 612 ആവും നമ്മുടെ ഏർണിംഗ്. കാരണം ഏർണിംഗ് കൂടി, കാരണം വി ഡിഡ് നോട്ട് ഹാവ് ടു പേ ഇൻട്രസ്റ്റ്. അപ്പൊ നമ്മുടെ ഏർണിംഗ് കൂടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കണം. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഷെയർസ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 100 ഷെയർ ആണ്. ഇനി പുതിയ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഷെയർ ആവും? 2 മില്യൺ ബോണ്ടാണ് ഉള്ളത്. ഒരു ബോണ്ടിന് എത്ര എണ്ണം കിട്ടും? 10 ഷെയർസ് വെച്ച് കിട്ടും. അപ്പൊ 2 ഇൻറ്റു 10 20 മില്യൺ ഷെയർസ് കൂടും. അപ്പൊ 20 മില്യൺ ഷെയർസ് കൂടും. അപ്പൊ 100 എണ്ണം ഓൾറെഡി ഉണ്ട് പ്ലസ് 20 മില്യൺ, അല്ലെ? 2 മില്യൺ ബോണ്ടാണ് ഉള്ളത്. ഒരെണ്ണത്തിന് 10 ഷെയർ വെച്ച് കിട്ടുമ്പോൾ 2 ഇൻറ്റു 10 20 മില്യൺ ആവും. അപ്പൊ 100 പ്ലസ് 20 അപ്പൊ 120 മില്യൺ ആവും നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. ഇനി എങ്ങനെ ഡൈലൂട്ടഡ് EPS കണ്ടുപിടിക്കുക? ഡൈലൂട്ടഡ് ഏർണിംഗ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ കൺവേർഷൻ. ഡൈലൂട്ടഡ് ഏർണിംഗ് എത്രയാണ്? 612 ഡിവൈഡഡ് ബൈ എത്രയാണ്? ടോട്ടൽ എന്താണ് നമ്പർ ഓഫ് ഷെയർസ്? 120. അപ്പൊ 612 ഡിവൈഡഡ് ബൈ 120 എത്രയാണ്? 5.1 പെർ ഷെയർ. എപ്പോഴും ഡൈലൂട്ടഡ് ഏർണിംഗ് എന്ന് പറയുന്നത് ലെസ് ദാൻ ബേസിക് EPS ആവും. കാരണം എന്താണ് നമ്പർ ഓഫ് ഷെയർസ് കൂടുകയാണ്. ഈവൻ നമുക്ക് ആ ഇൻട്രസ്റ്റ് ആഡ് ബാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കൂടുന്നുണ്ടെങ്കിലും അതിന് ഒരുപാട് കൂടുതലാണ് ഷെയറിന്റെ എണ്ണം കൂടുന്നത്. ഡൈലൂട്ടഡ് EPS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏർണിംഗ് ആഫ്റ്റർ ടാക്സിന്റെ കൂടെ അല്ലെങ്കിൽ ഏർണിംഗ് ആഫ്റ്റർ ടാക്സിന്റെ കൂടെ എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുന്ന സെക്യൂരിറ്റിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് എന്ത് ചെയ്യുക? ആഡ് ബാക്ക് ചെയ്യുക. അത് ആഡ് ബാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എൻറ്റയർ ഡിവിഡൻഡ് നമുക്ക് ആഡ് ബാക്ക് ചെയ്യാൻ പറ്റില്ല. ടാക്സ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആഡ് ബാക്ക് ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻറ്റു 1 minus t. എന്നിട്ട് അപ്പൊ ഡൈലൂട്ടഡ് ഏർണിംഗ് നമുക്ക് കിട്ടും. ഏർണിംഗ് പ്ലസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഡൈലൂട്ടഡ് ഏർണിംഗ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്ത് കഴിഞ്ഞാൽ we will get the diluted EPS. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ആ ടാക്സ് കുറയ്ക്കാനായിട്ട് മറക്കരുത്. ഡിവിഡൻഡ് ഒറ്റയടിക്ക് കൊടുക്കുന്നതിന്റെ ഉത്തരമൊക്കെ തെറ്റും. ഡിവിഡൻഡ് ഇൻറ്റു 1 minus t ചെയ്യണം. എന്നിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പാടുള്ളൂ ഇൻട്രസ്റ്റ് ആഡ് ബാക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു. ഇനി ഞാനല്ല നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്, കുറച്ച് ഭാഗം ഹരിസാർ എടുക്കും. ഒന്ന് ഷെയർ ചെയ്ത് എടുക്കാച്ചിട്ടാണ്. കാരണം നമ്മുടെ പോർഷൻസ് തീർന്നിട്ടില്ല. ഷെയർ ചെയ്തെടുത്താലും ഇല്ലുസ്ട്രേഷൻസ് ഒന്നും ചെയ്യാനുള്ള സമയമില്ല.
ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു 2-3 സ്റ്റാൻഡേർഡ് ഹരിസാർ എടുക്കുക. ഞാൻ ഈ ഒരു 3 സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ 2 സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാം. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഫിനാൻസുകാർക്ക് ഹരിസാറിന് പകരം ഈ പോർഷൻസ് ഞാനാണ് എടുക്കുക. അതായത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. നമ്മുടെ പോർഷൻ തീരാത്ത കാരണമാണ്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യുക. ഞാൻ ആ സംശയങ്ങൾ തീർക്കാം. താങ്ക് യു. ശ്രദ്ധിക്കുക. മോളെ കൊടുത്തത് മോമന്റ് ലിങ്ക് ആണ്. ഇപ്പൊ നാട്ടിന്റെ ആവശ്യത്തിലേക്ക് നമ്മുടെ കഴിഞ്ഞ 2019-20 കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അയച്ചു കൊടുത്തു. അവർ ഫില്ല് ചെയ്യേണ്ട ഫോമാണ്. അതായത് ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയർ വേണ്ട, സെക്കൻഡ് ഇയർ തേർഡ് ഇയർ വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞു പോയ പാസ് ഔട്ട് ആയി പോയ വിദ്യാർത്ഥികൾ